പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുഹൃദയ വണക്കം 26-ാം ദിവസം. യേശുവിൻ്റെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിജ്വാലയും പ്രകാശവും. യേശുമിശിഹായുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിയും അതിൻ്റെ ജ്വാലകളും അവിടുത്തെ ദൈവിക ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. മിശിഹായിൽ മനുഷ്യവർഗത്തിനുണ്ടാകാവുന്ന സമസ്ത ഗുണലക്ഷണങ്ങളും ദൈവദാനങ്ങളും വരങ്ങളും അളവറ്റ വിധത്തിൽ ഉണ്ടായിരുന്നാലും ദൈവത്വം എന്ന ദിവ്യാഗ്നി തന്നിൽ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യരക്ഷ എന്ന മഹാകാര്യം സാധിക്കുന്നതിന് അവിടുത്തേക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ നമ്മെ രക്ഷിക്കുവാൻ മനുഷ്യനായി പിറന്ന ഈ ദിവ്യ ഗുരുനാഥൻ സത്യമായ ദൈവവും സത്യമായ മനുഷ്യനുമായിരിക്കയാൽ അവിടുന്ന് മനുഷ്യ സ്വഭാവത്തിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികളും സഹിച്ചിട്ടുള്ള പീഡകളും നടത്തിയിരിക്കുന്ന സമസ്ത കാര്യങ്ങളും ദൈവികമായിട്ടുള്ളവയായിരിക്കും. ദിവ്യരക്ഷിതാവിൻ്റെ തിരുഹൃദയം കാണുമ്പോൾ അവിടുന്ന് സത്യമായ മനുഷ്യനാണെന്ന് നാം മനസ്സിലാക്കുന്നു. ദിവ്യഹൃദയത്തിൽ സദാ ജ്വലിക്കുന്ന അഗ്നി അവിടുന്ന് സത്യമായ ദൈവമെന്നും നമ്മെ പഠിപ്പിക്കുന്നു. മുൾപടർപ്പിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു, എൻ്റെ ജനം സഹിക്കുന്ന ഉപദ്രവം കണ്ട് ഞാൻ അവരെ രക്ഷിപ്പാനായി ഇറങ്ങി വന്നിരിക്കുന്നു എന്നരുൾ ചെയ്യുകയുണ്ടായി. മിശിഹായെ സ്നേഹിക്കുന്ന ആത്മാക്കളെ, യേശുവിൻ്റെ ദിവ്യഹൃദയത്തിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് ഇതിനേക്കാൾ സ്നേഹത്തോടെ അല്ലയോ അരുൾ ചെയ്യുന്നത്? ഈ ദിവ്യഹൃദയത്തിലെ അഗ്നി മുൾപടർപ്പുകളുടെ ഇടയിൽ എരിഞ്ഞതുപോലെ സ്വല്പനേരത്തേക്കല്ല, ലോകാവസാനം വരെയും നിത്യമായും എരിയുന്നു. ഇതിൽ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയല്ല, സത്യമായ ദൈവം തന്നെ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഒരു ജനത്തെ രക്ഷിക്കാൻ മാത്രമല്ല, പിന്നെയോ സകല മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യനായി ഇറങ്ങി വന്നിരിക്കുന്നു. കാലത്തിനടുത്ത ഒരു രക്ഷയും ഭാഗ്യവും തരുന്നതിനല്ല, നിത്യാനന്ദ ഭാഗ്യവും അതിനോടുകൂടെ സകല പ്രസാദവരങ്ങളും ധാരാളമായി നൽകുന്നതിനായിട്ടാണത്രേ ദൈവം മനുഷ്യനായി അവതരിച്ചത്. മനുഷ്യ, ഇത്ര കൃപ നിറഞ്ഞ പരിശുദ്ധ ഹൃദയത്തെ സ്നേഹിക്കാതെയും ആരാധിക്കാതെയും ഇരിക്കുന്നതെങ്ങനെ? കർത്താവിൻ്റെ ദിവ്യഹൃദയത്തിലെ അഗ്നിയെക്കുറിച്ച് സംക്ഷേപമായി പറഞ്ഞതിനു ശേഷം അതിൽ കാണുന്ന പ്രകാശം എന്തായിരിക്കുന്നുവെന്ന് അല്പം ആലോചിക്കാം. അന്ധകാരം നരബാധകളിൽ നിന്നും പിശാചുക്കളുടെ അവകാശവും ഏവർക്കും നിർഭാഗ്യവും വ്യസനവും വരുത്തുന്നതുമാകുന്നു. പ്രകാശമാകട്ടെ മോക്ഷവാസികളുടെ ഓഹരിയും സ്വർഗത്തിലെ ഭാഗ്യവും സകലർക്കും ആനന്ദപ്രദവുമാകുന്നു. ആയതിനാൽ പിശാചുക്കൾ അന്ധകാര പ്രഭുക്കളെന്നും വിശുദ്ധാരൂപികൾ പ്രകാശത്തിന്റെ പുത്രന്മാരെന്നും വിളിക്കപ്പെടുന്നു. അന്ധകാര പ്രഭുക്കളുടെ ഇടയിൽ അന്ധകാരം അവർ ദൈവ നന്മയിൽ നിന്ന് അകന്ന് തിന്മയിൽ സ്ഥിരപ്പെട്ട് ഇരിക്കുന്നതുകൊണ്ടും വിശുദ്ധാരൂപികളുടെ ശോഭയും പ്രകാശവും അവർ ദൈവപ്രസാദത്താൽ അലങ്കൃതരായി ദൈവനന്മയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നതുകൊണ്ടും ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ സ്വർഗീയ മഹിമയും പ്രകാശവും സകല മോക്ഷവാസികളുടെ ശോഭയും ദൈവപുത്രനായ യേശുമിശിഹായത്രേ. തന്റെ ശോഭയാൽ ആകാശത്തെ പ്രകാശിപ്പിക്കുകയും അന്ധകാരത്തിലിരിക്കുന്ന ഭൂവാസികൾക്ക് വെളിച്ചം നൽകുകയും ചെയ്യുന്നു. മലാക്കിയാസ് പ്രവാചകന്റെ വാക്യപ്രകാരം അവിടുന്ന് നീതിയുടെ സൂര്യനാകുന്നു. മിശിഹ തന്നെ അരുളി ചെയ്തത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ആയുസ്സിന്റെ വെളിച്ചം കിട്ടുകയും ചെയ്യും എന്നാണല്ലോ. അവനിൽ ജീവനുണ്ടായിരുന്നു എന്നും ഈ ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നുവെന്നും സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ സാക്ഷിച്ചിരിക്കുന്നു. ആകയാൽ മിശിഹായെ സ്നേഹിക്കുന്ന ആത്മാക്കളെ, യേശുവിൻ്റെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിയും ജ്വാലയും തൻ്റെ ദൈവത്വത്തെയും തനിക്ക് മനുഷ്യരുടെ നേരെയുള്ള സ്നേഹത്തെയും അറിയിക്കുന്നു. ഈ ദിവ്യ ഹൃദയ പ്രകാശവും ശോഭയും സ്വർഗവാസികളുടെ പ്രകാശവും ഭൂവാസികളെ സ്വർഗത്തിലേക്ക്, ഈ അന്ധകാരമായ സ്ഥലത്തുനിന്ന് ആത്മീയ പ്രകാശത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരിക്കലും കെടാത്ത വെളിച്ചവും ആകുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. വിശ്വാസികളെ, നിങ്ങൾ ദിവ്യസൂര്യനായ യേശുമിശിഹായുടെ വെളിച്ചം കണ്ട് അദ്ദേഹത്തിന്റെ ദിവ്യ ഉപദേശങ്ങളെ അനുസരിക്കുമെങ്കിൽ സ്വർഗത്തിൽ തന്റെ ദൈവത്വത്തെ ആരാധിക്കുന്നതിനും തന്റെ ദിവ്യപ്രകാശത്താൽ ശോഭിതരായി ദിവ്യഹൃദയത്തിൽ അളവറ്റ കൃപയെ കീർത്തിക്കുന്നതിനും നിങ്ങൾക്ക് ഇടയാകുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശത്തെ വിസ്മയിപ്പിക്കുന്ന ദിവ്യസൂര്യനായ യേശുവെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. സ്വർഗവാസികളുടെ സന്തോഷമേ, പ്രകാശമേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹം നിറഞ്ഞ യേശുവിൻ്റെ ദിവ്യഹൃദയമേ, ഹാ കർത്താവേ, പാപാന്ധകാരത്തിൽ അവലക്ഷണമായിരിക്കുന്ന എൻ്റെ ആത്മാവിനെ തൃക്കൺ പാർക്കണമേ.
ഞാൻ അങ്ങേ ദൈവിക ശക്തിയെയും സ്നേഹത്തെയും അറിയുന്നതിനും അങ്ങേ സദാ പ്രസാദിപ്പിക്കുന്നതിനും അങ്ങേ നേർക്കുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നതിനും കർത്താവെ എനിക്ക് ഇടവരുത്തിയേരുളണമേ. എൻ്റെ പ്രകാശവും വെളിച്ചവുമായ യേശുവെ, എൻ്റെ ഹൃദയാന്ധകാരങ്ങളെ അകറ്റി എന്നെ പ്രകാശിപ്പിക്കണമേ. അങ്ങേ ദിവ്യഹൃദയത്തിലെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിനെ വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ്റെ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. യേശു മിശിഹായുടെ ദിവ്യഹൃദയത്തിൻ പ്രകാശമേ, എന്നെ പ്രകാശിപ്പിക്കണമേ.